Good morning, students. How are you? Are you fine? Are you happy? Very സന്തോഷമാണോ? I hope all of you are doing well. എല്ലാവരും സന്തോഷമായിരുന്നു വിശ്വസിക്കുന്നു. Do you remember what we studied in the previous class? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തോ പഠിച്ചതെന്ന്? എല്ലാവരും മറന്നുപോയോ? Do you by heart the question answers? Question answer ഒക്കെ പഠിച്ചായിരുന്നോ കാണാതെ? I will ask the question answer when the school will reopen. കേട്ടോ? മിസ് സ്കൂൾ തുറന്ന് വരുമ്പോൾ question answer ഒക്കെ ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും തരുന്ന question answer ഒക്കെ കാണാതെ പഠിക്കണം. ഓക്കെ? ഓക്കെ? നമുക്കപ്പോൾ പഠിക്കാം. Take your text. All of you take your text. ഒരു ടെക്സ്റ്റ് എടുത്തോ? Do you remember what we studied in the previous class? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചതെന്ന്? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? ഇൻപുട്ട്, പ്രോസസ്സിംഗ്, അല്ലേ? പിന്നെ ഔട്ട്പുട്ട്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, അല്ലേ? ഇൻപുട്ടൊക്കെ പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. സാമ്പാർ വയ്ക്കുന്ന കാര്യമോ വാഷിംഗ് മെഷീൻ ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്. പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അല്ലേ? എന്തൊക്കെയായിരുന്നു? സ്പീഡ്, റിലീബിലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, പിന്നെ വേഴ്സറ്റിലിറ്റി. ഇതെല്ലാം കാണാൻ പഠിച്ചല്ലോ. ഓക്കെ, ടുഡേ വി ക്യാൻ സ്റ്റഡി ദ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ. കമ്പ്യൂട്ടർ എങ്ങനെയാണ്, കമ്പ്യൂട്ടറിൻ്റെ ആദ്യ തൊട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയത് എങ്ങനെയായിരുന്നു, തുടക്കം മുതൽ ഇപ്പോൾ നിൽക്കുന്ന കാലഘട്ടം വരെ എങ്ങനെ പോയി എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ടുഡേ വി ക്യാൻ സ്റ്റഡി ദ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ദ ജനറേഷൻ ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡെവലപ്മെൻറ്റ്. ഇറ്റ്സ് മേജർ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ജനറേഷന് അതിൻ്റെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് 5 ജനറേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ വളർന്നു വന്ന ആ ടെക്നോളജി വെച്ച് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഒന്നാമത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ജനറേഷനെ സെക്കൻഡ് ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ജനറേഷനെ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നു. നാലാമത്തെ ജനറേഷനെ ഫോർത്ത് ആൻഡ് അഞ്ചാമത്തെ ജനറേഷനെ ഫിഫ്ത്ത്. ഓക്കെ, നമുക്ക് ഈ 5 ജനറേഷനും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ തീരും. 5 ജനറേഷൻ നമ്മൾ പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിരിക്കണം. മിസ്സിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ടെക്സ്റ്റിൽ നോക്കിയിരുന്ന് കൂടെ പഠിക്കണം. ഈ ചാപ്റ്റർ നമുക്ക് ലാബിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുമില്ല, അടുത്ത ലെസണിലുമില്ല. നമുക്ക് ഫോർത്ത് ലെസൺ തൊട്ടേ IT ലാബിൽ പോകാൻ ഉള്ള പോർഷൻ വരുന്നുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങളെ ലാബിൽ കൊണ്ടുപോയി അതെല്ലാം ചെയ്യിപ്പിക്കാം. ഇതെല്ലാം തിയറിയായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ. എന്താണ് പഠിക്കുന്നത്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഇൻ 1940, 1940 തൊട്ട് 1940 മുതൽ 1956 വരെയുള്ള കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ആ ജനറേഷനാണ് എന്തറിയപ്പെടുന്നതെന്ന് അറിയാമോ? ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്യൂം ട്യൂബ്സ് ആസ് ദ മെയിൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. അപ്പോൾ ആദ്യത്തെ ജനറേഷൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോൾ അവിടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റിൻ്റെ പേരാണ് വാക്യൂം ട്യൂബ്സ്. എന്താണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണെന്ന് അറിയാമോ? വാക്യൂം ട്യൂബ്സ്. സ്പെല്ലിംഗ് നോക്കണം. VACUUM, 2 U ഉണ്ട്. വാക്യൂം ട്യൂബ്സ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ മെയിൻ കമ്പോണൻറ്റ് എന്തായിരുന്നു മിസ് പറഞ്ഞത്? വാക്യൂം ട്യൂബ്സ് ആസ് ദ മെയിൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. And the first generation computers required huge space and were very expensive. ആ ജനറേഷനിലെ കമ്പ്യൂട്ടറിന്, ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിന് ഒരുപാട് സ്പേസ് വേണമായിരുന്നു. അതായത് ഈ വാക്യൂം ട്യൂബ് മെയിൻ കമ്പോണൻ്റായിട്ട് യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ ഇരിക്കാൻ വേണ്ടി ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹോളൊക്കെ വേണ്ടി വരുമായിരുന്നു കേട്ടോ. ഒത്തിരി വലുതായിരുന്നു. ആ കമ്പ്യൂട്ടറിൻ്റെ സൈസ് ഒത്തിരി വലുപ്പമായിരുന്നു. ഇരിക്കണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണമായിരുന്നു. ആൻഡ് വെരി എക്സ്പെൻസീവ്, വളരെ ചിലവ് കൂടുതലായിരുന്നു. ആ കമ്പ്യൂട്ടർ മേടിക്കാൻ ഒരുപാട് കാശ് വേണമായിരുന്നു.
ഡു യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? എന്തായിരുന്നു മെയിൻ കമ്പോണന്റ്? നമ്മൾ അതാ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത്. എന്താണ് അതിന്റെ പേര്? വാക്യൂം ട്യൂബ്സ്. എന്താണ് അതിന്റെ പേര്? വാക്യൂം ട്യൂബ്സ് എന്നായിരുന്നു പേര്. ആ ജനറേഷൻ കമ്പ്യൂട്ടർ എന്തായിരുന്നു പറഞ്ഞ്? റിക്വയർഡ് ഹ്യൂജ് സ്പേസ്. അത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് വേണമായിരുന്നു. ആൻഡ് വെരി എക്സ്പെൻസീവ്, വളരെ ചെലവ് കൂടിയതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. They required lot of electricity for operating, which produced a lot of heat. പിന്നെന്തായിരുന്നു? അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇലക്ട്രിസിറ്റി, കറണ്ട് ഒരുപാട് യൂസ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കറണ്ട് ആവശ്യമായിരുന്നു. ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് വിച്ച് പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഹീറ്റ്. അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഒരുപാട് ഹീറ്റ് യൂസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ മെഷീൻ അങ്ങ് ചൂടാവുമായിരുന്നു. Okay, the first generation computers used a machine language to perform operations. Machine language ആണ് അവിടെ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. The ENIAC computer is an example of first generation. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ എന്താണെന്ന് അറിയാമോ? ENIAC. നിങ്ങൾ ഇത്രയും കാര്യം ഓർക്കുക. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ മെയിൻ കമ്പോണന്റ് എന്തായിരുന്നു? വാക്യൂം ട്യൂബ്സ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? അതിന്റെ സ്പെഷ്യാലിറ്റി എന്തുവായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? The first generation computers required huge space. ഒരുപാട് സ്പേസ് വേണമായിരുന്നു ഇരിക്കണമെന്നുണ്ടെങ്കിൽ. ആൻഡ് പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഹീറ്റ്. ഒരുപാട് ഹീറ്റ് ഇങ്ങോട്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്തായിരുന്നു? ആൻഡ് വെരി എക്സ്പെൻസീവ്, ഒരുപാട് ചിലവ് കൂടിയതായിരുന്നു. അന്നത്തെ ആ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ENIAC. എക്സാമ്പിൾ എന്താണ്? ENIAC. ഓക്കെ. The Charles Babbage is known as the father of computer. ഈ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ കണ്ടുപിടിച്ച ENIAC അല്ല, ENIAC കഴിഞ്ഞ് ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചതാണ്. അനലിറ്റിക്കൽ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. അതെല്ലാം ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മൾ ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചാൾസ് ബാബേജ് ആരാണ്? ഹൂ ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ്. ആരും മറക്കില്ല കേട്ടോ. ചാൾസ് ബാബേജ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. Okay, do you understand the first generation of computer? പറഞ്ഞത് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ് ആണ് മെയിൻ കമ്പോണന്റ്. എക്സാമ്പിൾ ENIAC. Okay, then we can study the second generation. നമുക്ക് എന്ത് പഠിക്കാം? സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാം. The second generation of computer, the transistors as the main component. എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വാക്യൂം ട്യൂബ്. വാക്യൂം ട്യൂബിന് പകരം സെക്കൻഡ് ജനറേഷനിൽ മെയിൻ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? ട്രാൻസിസ്റ്റേഴ്സ്. എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ്. Transistors are used as the main electronic component of the second generation computer. Transistors ആയിരുന്നു സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന്റെ മെയിൻ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വാക്യൂം ട്യൂബ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ജനറേഷൻ ആരെ യൂസ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സിനെ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷനിലെ മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അസംബ്ലി ലാംഗ്വേജ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത്. ആൻഡ് CD 1604 എക്സാമ്പിൾ ആണ്. CD 1604. ഫസ്റ്റ് ജനറേഷൻ എക്സാമ്പിൾ എന്താ പഠിച്ചത്? ENIAC. സെക്കൻഡ് ജനറേഷനിലെ CD 1604 ആ കമ്പ്യൂട്ടർ ആയിരുന്നു. അതുപോലെ B5000 രണ്ട് എക്സാമ്പിൾ ഉണ്ട്. എന്തൊക്കെയാണ്? CD 1604 ആൻഡ് B5000 are the examples of second generation computer. Okay, but second generation എന്താണ്? സ്മോളർ ഇൻ സൈസ്. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഓർത്തേക്ക്. വാക്യൂം ട്യൂബ് യൂസ് ചെയ്ത ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കുറവായിരുന്നു. സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സ്മോളർ ഇൻ സൈസ്. ഇപ്പോഴുള്ള കമ്പ്യൂട്ടറുമായിട്ടല്ല, ഫസ്റ്റ് ജനറേഷനിലെ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് സ്മോളർ സൈസ് ആണ്. ആൻഡ് റിക്വയർഡ് ലെസ് പവർ. ഫസ്റ്റ് ജനറേഷനെ കമ്പ്യൂട്ടറിനേക്കാളും കുറച്ച് കറണ്ടിലൂടെ കുറവ് മതിയായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തതിന് അത്രയും ആര് യൂസ് ചെയ്തില്ലായിരുന്നു? സെക്കൻഡ് ജനറേഷനിലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് അസംബ്ലി ലാംഗ്വേജ്. ഫസ്റ്റ് ജനറേഷനിൽ എന്താ യൂസ് ചെയ്തത്? മെഷീൻ ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിൽ അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മെയിൻ കമ്പോണന്റ് എന്തായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ്. പിന്നെ ലെസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ്
ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആൻഡ് റിക്വയർഡ് ലെസ് പവർ, കുറച്ച് കറണ്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? CD 1604 ആൻഡ് B 5000 ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഡു യു അണ്ടർസ്റ്റുഡ് ദ സെക്കൻഡ് ജനറേഷൻ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് തേർഡ് പഠിക്കാം. തേർഡ് ജനറേഷൻ ഓക്കെ. ഫസ്റ്റ് സെക്കൻഡ് ജനറേഷന്റെ ഇയർ ഏതാണെന്ന് അറിയാമോ? 1956 തൊട്ട് 1963 കേട്ടോ. ഇയർ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജനറലായിട്ട് ഓർമ്മ വെച്ചതാണ്. നമ്മൾ തേർഡ് ജനറേഷൻ പഠിക്കാൻ പോവുകയാണ്. തേർഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ 1964 to 1974. 1964 തൊട്ട് 1974 വരെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. Okay, the third generation computers used integrated circuit as the main component. IC എന്ന് പറയും, integrated circuit. Third generation computer എന്താണ് യൂസ് ചെയ്തത്? മെയിൻ കമ്പോണന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. എന്തായിരുന്നു? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓർ IC and short form ആണ് the IC. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത് എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. The integrated circuit increase the speed of computer. Integrated circuit എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു. These computers were small in size than the second generation. സെക്കൻഡ് ജനറേഷനേക്കാളും എന്തായിരുന്നു? സ്മോളർ സൈസ് ആയിരുന്നു. ആൻഡ് ലെസ് കോസ്റ്റി, ഇച്ചിരി ചാർജ് എമൗണ്ട് കുറവായിരുന്നു. ആൻഡ് ലെസ് ഹീറ്റ് പ്രൊഡ്യൂസ്, അതിനേക്കാൾ സെക്കൻഡ് ജനറേഷനേക്കാൾ പവർ കുറവ് മതിയായിരുന്നു, കറണ്ട് കുറവ് മതിയായിരുന്നു, സൈസ് ചെറുതായിരുന്നു, കുറച്ച് സ്പേസ് മതിയായിരുന്നു ഇരിക്കാൻ. ആൻഡ് എന്തായിരുന്നു? കോസ്റ്റ് കുറവായിരുന്നു, എമൗണ്ട് വാങ്ങാനുള്ള എമൗണ്ട് കുറവായിരുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ IBM സിസ്റ്റം 300, IBM 360, IBM 360 എക്സാമ്പിൾ ആണ്. ആർക്ക് എക്സാമ്പിൾ ആണ്? തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ. അപ്പോൾ തേർഡ് ജനറേഷനിലെ മെയിൻ കമ്പോണന്റ് എന്താണ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. മറക്കരുത്, എന്താണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്? എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? എന്തായിരുന്നു? ഇൻക്രീസ്ഡ് സ്പീഡ്. സ്പീഡ് എന്ത് ചെയ്യുമായിരുന്നു? സ്പീഡ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു. അതിന്റെ സ്മോളർ സൈസ് കമ്പയർ ടു സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആയിരുന്നു. ആൻഡ് ലെസ് കോസ്റ്റ്ലി. എന്താണ്? കോസ്റ്റ് വളരെ കുറവായിരുന്നു. എക്സാമ്പിൾ ആരാണ്? IBM സിസ്റ്റം 360 തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, തേർഡ് പറഞ്ഞു. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് ആരായിരുന്നു മെയിൻ കമ്പോണന്റ്? വാക്യൂം ട്യൂബ്. സെക്കൻഡ് ആരായിരുന്നു മെയിൻ കമ്പോണന്റ്? ട്രാൻസിസ്റ്റേഴ്സ്. തേർഡ് ആരാണ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, then we can study the fourth generation computer. Okay, the fourth generation computers used microprocessors as the main component. The fourth generation computer main component ആരാണ്? microprocessor. The main component of the fourth generation computer is microprocessor. This generation computers used VLSI. VLSI യുടെ full name എന്താണെന്ന് അറിയാമോ? Very large scale integrated circuit. അതായത് ഫോർത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറിലായിരുന്നു എന്ത് യൂസ് ചെയ്തത്? VLSI എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറൊക്കെ ഉള്ളത് എന്താണ്? എവിടെയാണ്? ഫോർത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറാണ്. VLSI യുടെ ഫുൾ നെയിം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. VLSI ഫുൾ നെയിം എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. These computers work very fast and consume less energy. This computer എന്താണ്? ഭയങ്കര ഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു. കൺസ്യൂം ലെസ് എനർജി. എനർജി എന്തായിരുന്നു? വളരെ കുറവ് മതിയായിരുന്നു. കറണ്ട് ഒക്കെ വളരെ കുറവ് മതിയായിരുന്നു. They are cheaper comparison to earlier generation computer. അതിന്റെ പ്രൈസ് ഒക്കെ വളരെ കുറവായിരുന്നു. ആർക്കാണ്? ഫോർത്ത് ജനറേഷനെ കമ്പ്യൂട്ടറിന്. ഓക്കെ, പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോർത്ത് ജനറേഷൻ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആരാണെന്ന് അറിയാമോ? പേഴ്സണൽ കമ്പ്യൂട്ടർ. ഫോർത്ത് ജനറേഷനെ കുറിച്ച് മിസ് ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടം ഫോർത്ത് ജനറേഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എല്ലാം ഫോർത്ത് ജനറേഷനിലാണ്.
പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇപ്പോഴാണ് ലാപ്ടോപ്പ്, പംടോപ്പ്, ടാബ് ഇതൊക്കെ നമ്മുടെ 4th ജനറേഷനിൽപ്പെട്ട കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5th ഇനി കയറാൻ ഇരിക്കുന്നേ ഉള്ളൂ, കയറിക്കൊണ്ടിരിക്കുകയാണ്. 5th കയറാൻ പോകുന്നേ ഉള്ളൂ. 4th നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഈ ജനറേഷനെ വിളിക്കുന്ന പേരാണെന്ത്? 4th ജനറേഷൻ. അതിൻ്റെ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1975 തൊട്ട് ഇപ്പോൾ വരെയാണ്. 1975 മുതൽ ഇങ്ങോട്ടുള്ള കമ്പ്യൂട്ടർ എല്ലാം ഏത് ജനറേഷനിൽ വരുന്നതെന്ന് അറിയാമോ? 4th ജനറേഷനിൽ വരുന്നതാണ്. എക്സാമ്പിൾ ആരാണ്? ഓൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, എല്ലാ PCസും, അതായത് ടാബ്, ലാപ്ടോപ്പ്, പാംടോപ്പ് ഇതെല്ലാം എന്താണ്? 4th ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ആരായിരുന്നു മെയിൻ കമ്പോണന്റ്? ദ മെയിൻ കമ്പോണന്റ് ഓഫ് 4th ജനറേഷൻ കമ്പ്യൂട്ടർ ഈസ് മൈക്രോ പ്രോസസ്സർ. ഇപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഏത് ജനറേഷനിലാണെന്ന് അറിയാമോ? 4th ജനറേഷനിൽ. ഓക്കെ, ഇനി 5th പഠിക്കാം. 5th ജനറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ, അതിന് ഡേറ്റ് ഒന്നും ഇല്ല, വർഷമൊന്നുമില്ല, ഇനി വരാനിരിക്കുന്ന കമ്പ്യൂട്ടർ കേട്ടോ. അതിനാണ് ഫ്യൂച്ചറിൽ വരാനുള്ള കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത്, ആ ജനറേഷനെ വിളിക്കുന്ന പേരാണത് 5th ജനറേഷൻ. The 5th generation computers used artificial intelligence, കൃത്രിമമായിട്ടുള്ള ബുദ്ധി. കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ റോബോട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? റോബോട്ട്, കൃത്രിമ മനുഷ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ കൃത്രിമ ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെ AI എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഷോർട്ട് ഫോം കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കമ്പ്യൂട്ടർ വരാൻ പോകുന്നു, ഫ്യൂച്ചറിൽ വരാൻ പോകുന്നു. ആ കാലഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടർ. ദ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ദ ഫ്യൂച്ചർ കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. ഇനി വരാനിരിക്കുന്ന കമ്പ്യൂട്ടറാണ് ആര്? 5th ജനറേഷൻ കമ്പ്യൂട്ടർ. ദിസ് കമ്പ്യൂട്ടേഴ്സ് വിൽ വർക്ക് വെരി ഫാസ്റ്റ്. ഈ കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ദേ വിൽ മേക്ക് ഡിസിഷൻസ് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു ഈ കമ്പ്യൂട്ടർ, മനുഷ്യരെ പോലെ. മനുഷ്യന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന പോലെ 5th ജനറേഷൻ വരുന്ന കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കും. അതായത് നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയും, നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉണ്ടാകാൻ പോകുന്നു. ആ കാലഘട്ടത്തിലാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ തന്നെ ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ, നമ്മൾ ചെയ്യിപ്പിക്കാതെ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത കമ്പ്യൂട്ടർ ഉണ്ടാകുന്നു. അത്തരം കാലഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റോബോട്ടിക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 5th ജനറേഷൻ. അതിൻ്റെ മെയിൻ കമ്പോണന്റ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. റോബോട്ടിക് ആണ് എന്തിന് എക്സാമ്പിൾ? 5th ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ് റോബോട്ടിക്. ഓക്കെ, ഇപ്പൊ ജനറേഷൻ ഒക്കെ ഒന്നുകൂടെ നമുക്ക് പറയാം. ഓക്കെ, we can revise what we have studied today. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം മിസ് ഒന്ന് ഓർപ്പിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് എന്തായിരുന്നു പഠിച്ചേ? ജനറേഷൻ ആണ് നമ്മൾ പഠിച്ചല്ലേ. ഹൗ മെനി ജനറേഷൻ കമ്പ്യൂട്ടർ ഹാവ്? എത്ര ജനറേഷൻ ഉണ്ട്? 5 അല്ലേ? വിച്ച് ആർ ദേ? ഏതൊക്കെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? ഫസ്റ്റ് ജനറേഷന്റെ മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? വാക്യൂം ട്യൂബ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ? എക്സാമ്പിൾ എന്താണ്? ENIAC. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ, വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ്? ട്രാൻസിസ്റ്റേഴ്സ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ? എന്തായിരുന്നു എക്സാമ്പിൾ? എന്തായിരുന്നു സെക്കൻഡ് ജനറേഷൻ എക്സാമ്പിൾ? CD604. പിന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, B5000. ഇത് രണ്ടും എക്സാമ്പിൾ ആണ്. ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. തേർഡ് ജനറേഷൻ ആരായിരുന്നു? ഇന്റഗ്രേറ്റഡ്. മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ആൻഡ് എക്സാമ്പിൾ എന്താണ്? IBM 360. പിന്നെ ഫോർത്ത് ജനറേഷന്റെ മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? മൈക്രോ പ്രോസസ്സർ. പിന്നെ അവിടെ പ്രത്യേക ഒരു കാര്യങ്ങളുണ്ട്, VLSI, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ആ ടെക്നോളജി എവിടെ യൂസ് ചെയ്തിരുന്നു? ഫോർത്ത് ജനറേഷന്റെ. ഫോർത്ത് ജനറേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് കാലഘട്ടത്തിൽ നിൽക്കുന്നു? ഫോർത്ത് ജനറേഷനിൽ നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ മുഴുവൻ അതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറും ലാപ്പും ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഫോർത്ത് ജനറേഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഫിഫ്ത്ത്, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. അവിടെ മെയിൻ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യാനിരിക്കുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്. എക്സാമ്പിൾ എന്താണ്? റോബോട്ടിക്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഒന്ന് നോക്കാം. ടെക്സ്റ്റ് നോക്കിക്കേ. ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താണ്? The dash were used as the main component in the second generation computer. നിങ്ങൾ പറഞ്ഞേ, സെക്കൻഡ് ജനറേഷനിലെ മെയിൻ കമ്പോണന്റ് ആരായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ്. ഇവിടെ എഴുതേണ്ട ആൻസർ എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി IBM, സെക്കൻഡ് ക്വസ്റ്റ്യൻ. IBM 360 is an example of dash generation.
ഏത് ജനറേഷൻ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ IBM 360 തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ ഇതിന്റെ ആൻസർ എന്താണ്? തേർഡ്. Then the processing of data is done by dash. Processing ഒക്കെ എവിടെയാണ് നടക്കുന്നത്? CPU. Okay. Fourth question എന്താണ് നോക്കിക്കേ. Dash is known as the father of computer. Father of computer എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ചാൾസ് ബാബേജ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? There are dash generation of computer. കമ്പ്യൂട്ടറിന് എത്ര ജനറേഷൻ ഉണ്ട്? 5 ജനറേഷൻ. ഓക്കെ, മിസ് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ വിടുക. അപ്പൊ നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ എഴുതിക്കോണം കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്വസ്റ്റ്യൻ ആൻസറും മിസ് തരും. ക്വസ്റ്റ്യൻ ആൻസർ മിസ് തരും. അത് കഴിഞ്ഞിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 5 എണ്ണം കൂടെ നിങ്ങൾ എഴുതി വെക്കണം. വേറെ ഒന്നും എഴുതണ്ട. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് A, B, C, D, E വരെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോട്ട്ബുക്കിൽ എഴുതിയേക്കണം കേട്ടോ. എന്നിട്ട് ആൻസർ മിസ് ഫോട്ടോ ആയിട്ട് വിട്ടേക്കാം. എഴുതിയിട്ട് മിസ് ഫോട്ടോ ആയിട്ട് വിട്ടേക്കാം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. മാച്ച് ദ ഫോളോയിങ് നോക്കിയാൽ അടുത്തത് VLSI. VLSI ഏത് ജനറേഷനിലാണ് വരുന്നത്? 4th. അപ്പൊ നേരെ എങ്ങോട്ട് വരയ്ക്കണം? രണ്ടാമത്തെ ബോക്സിലോട്ട് വരയ്ക്കണം. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് രണ്ടാമത്തെ ബോക്സിലോട്ട് വരയ്ക്കുക. 4th ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് വരയ്ക്കുക. സെക്കൻഡ് എന്താ? സെക്കൻഡ് ബോക്സ് എന്ത് എഴുതിയേക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് ജനറേഷൻ എക്സാമ്പിൾ ആണെന്ന് പഠിച്ചത്? 5th ജനറേഷൻ. അപ്പൊ ലാസ്റ്റ് ബോക്സിലോട്ട് വരയ്ക്കണം കേട്ടോ. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ലാസ്റ്റ് കിടക്കുന്ന ബോക്സ് 5th ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി മൂന്നാമത്തെ ബോക്സ് എന്താണ്? വാക്യൂം ട്യൂബ്. വാക്യൂം ട്യൂബ് നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ? ഏതിന് എക്സാമ്പിളാ? 1st ജനറേഷൻ. അപ്പൊ വാക്യൂം ട്യൂബ് ഒന്നാമത്തെ ബോക്സിലോട്ട് വരയ്ക്കണം കേട്ടോ. വാക്യൂം ട്യൂബ് 1st ജനറേഷനിലോട്ട് വരയ്ക്കുക. പിന്നെ ലാസ്റ്റ് നാലാമത്തെ എന്താണെന്ന് നോക്കിക്കേ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഏത് ബോക്സിലോട്ട് കൊടുക്കണം? മൂന്നാമത്തെ ബോക്സിലോട്ട് കൊടുക്കണം. 3rd ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, എല്ലാം കിട്ടിയല്ലോ. ഇത് മിസ് വരച്ചു വിടാം. നിങ്ങളത് നോക്കി ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജിൽ എന്താണ്? റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് ദ ഫോളോയിങ്. അവിടെ സ്മോൾ ഷോർട്ട് ഫോം ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഫുൾ നെയിം നിങ്ങൾ എഴുതണം. AI. AIയുടെ ഫുൾ നെയിം ഇപ്പൊ മിസ് പറഞ്ഞില്ലേ? AI എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. അടുത്ത നോക്കിയാൽ CPU. 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന അല്ലേ? CPUയുടെ ഫുൾ നെയിം എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. എന്താണ് CPUന്റെ ഫുൾ നെയിം? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അവിടെ എഴുതണം. അടുത്ത VLSI. VLSI എന്താണ്? വെരി ലാർജ്. അത് പുതിയൊരു വേർഡ് അല്ലേ? 4th ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തൊരു ടെക്നോളജിക്ക് പൊതുവെ പറയുന്ന പേരാണ് VLSI. എന്താണ് അതിന്റെ ഫുൾ നെയിം? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് VLSIയുടെ ഫുൾ നെയിം. ഇനി റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ 1st ആൻഡ് 2nd ജനറേഷൻ. അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? 1st ജനറേഷൻ കമ്പ്യൂട്ടറിന് എന്തൊക്കെയാണ് പ്രത്യേകത? 2nd ജനറേഷൻ. ഇത് മിസ് അവിടെ എഴുതി ഇവിടെ. 1st ജനറേഷൻ എന്തുവായിരുന്നു? എന്താണ് യൂസ് ചെയ്തതെന്ന് ഒത്തിരി വട്ടപ്പം മിസ് പറഞ്ഞു കഴിഞ്ഞു. വാക്യൂം ട്യൂബ്. 2nd ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ്. പിന്നെ 1st ജനറേഷനിൽ എന്തായിരുന്നു? ലാർജ് സ്പേസ് വേണമായിരുന്നു. 2nd ജനറേഷന് അത്രയും സ്പേസ് ആവശ്യമില്ലായിരുന്നു അല്ലേ? പിന്നെ എന്താണ് എക്സാമ്പിൾസ് 2 എണ്ണം പറയാം. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് അത് എഴുതാം. പിന്നെ വാട്ട് ഈസ് ഇൻപുട്ട് ആൻഡ് ഗീവ് എക്സാമ്പിൾ. നമ്മൾ ഇൻപുട്ട് നമ്മൾ ആദ്യമേ പഠിച്ചത്. എന്താണ് ഇൻപുട്ട്? വാട്ട് ഈസ് ഇൻപുട്ട്? എന്തായിരുന്നു ഇൻപുട്ട്? ഓർക്കുന്നുണ്ടോ? The data or instructions are entered into the computer are known as input. എക്സാമ്പിൾ ആരൊക്കെയാണ്? കീബോർഡ് ആൻഡ് മൗസ്. അപ്പോൾ നമ്മുടെ ലെസൺ ഇതോടുകൂടി തിരികെയാണ്. ആ ചാപ്റ്റർ മുഴുവനും പഠിച്ച് നമ്മൾ കഴിഞ്ഞു കേട്ടോ. എക്സസൈസും മിസ് പറഞ്ഞു കഴിഞ്ഞു. എക്സസൈസ് ഒക്കെ മിസ് എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ വിടാം. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മിസ് ഗ്രൂപ്പിൽ വിടും. നിങ്ങൾ നീറ്റായിട്ട് എഴുതുകയും വേണം. ആൻഡ് ബൈ ഹാർട്ട് ഇട്ട് അത് മുഴുവൻ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ബുക്കിൽ തന്നെ 2 times റഫ് ബുക്കിൽ ഈ ഓരോ ആൻസറും 2 times എഴുതി പഠിച്ച് കാണാൻ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ 2 times റഫ് ബുക്കിൽ എഴുതണം. എഴുതിയിട്ട് കാണാൻ പഠിക്കണം. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ മൈ പേഴ്സണൽ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ പേഴ്സണലായിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.